മധുരക്കിഴങ്ങ് കൊണ്ട് നമുക്ക് നല്ലൊരു പുട്ട് തയ്യാറാക്കാം. അപ്പം മധുരക്കിഴങ്ങ് നമുക്ക് കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാം. മധുരക്കിഴങ്ങ് ഇപ്പോൾ കിട്ടുന്ന സീസണാണ്. അപ്പം നമ്മൾ ഉപ്പുമാവായിട്ടും അതുപോലെ പുഴുങ്ങിയും അതുപോലെ പുട്ടൊക്കെ ആയിട്ട് കംപ്ലീറ്റ് മീലായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മധുരക്കിഴങ്ങ് പുട്ട് തയ്യാറാക്കുമ്പോൾ നല്ലോണം മധുരക്കിഴങ്ങ് കഴുകി നല്ല വൃത്തിയാക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് പീൽ ചെയ്യണം. അത് ഇതുപോലെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ഒന്ന് ചീകി എടുത്തിട്ട് വേണം പുട്ടിന് പാകാക്കാൻ. അപ്പം ഞാൻ നമ്മുടെ കിച്ചണിൽ ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. പുഴുങ്ങൽ തന്നെ അല്ലാണ്ട് നമ്മളിങ്ങനെ വെറൈറ്റി രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് പീൽ ചെയ്തിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചീകി കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഈ വലിയ പോർഷനിൽ നിന്ന് എടുത്തുള്ളത്, ചെറുതിലല്ല വലുതിൽ. ഇതുപോലെ ഒന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ കിട്ടും. ചീകി കൊണ്ടുവന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പുട്ടിന് നനയ്ക്കാം. വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറേ ഇതിലിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം പോവാണ്ട് നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം. വളരെയധികം വിറ്റാമിൻസ് ഉള്ളതാണ്, നല്ലോണം ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. നമുക്ക് രാത്രി ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും. അതുപോലെ ഷുഗർ രോഗികൾക്ക് വരെ ഈ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു കഷ്ണം മധുരക്കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് കട്ട് കളയേണ്ട ആവശ്യമില്ല. കപ്പപ്പൂട്ടിനാണ് നമ്മൾ പിഴിഞ്ഞിട്ട് കട്ട് കളയേണ്ടത്. അത് ഞാൻ നമ്മുടെ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്, കപ്പപ്പൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇതിന് ആവശ്യത്തിന് ഉപ്പൊന്ന് തെളിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്ക് എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മധുരക്കിഴങ്ങിൽ ചീയൽ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടോ. അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് അരിപ്പൊടിയാണ്. നല്ല നൈസ് അരിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ചേർക്കണം. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം പാകം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്ത് ആദ്യം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് വെള്ളം നനവ് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഇത്രയും മതി. ഒരു സ്പൂണും കൂടി ഞാൻ ചേർക്കേണ്ട, ഒരു നനവ് പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുട്ട് ഓക്കെ ആവും. ഒന്നും തൊടാണ്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ അരിപ്പൊടി ചേർക്കണത്. അപ്പം നമ്മുടെ ഓക്കെ ഉണ്ട്. കണ്ട, ഇനി നമുക്ക് പുട്ടുകുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് നിറയ്ക്കാം. ആദ്യം നമ്മൾ പുട്ടുകുറ്റി എടുത്ത് ചില്ലിടാം. ചില്ല് ഇടാണ്ടിരിക്കരുത്. അപ്പം ചില്ലിട്ട് ശേഷം നമുക്ക് ആദ്യം നാളികേരം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നാളികേരം നമുക്ക് പുട്ടുകുറ്റിയിലിടാം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചുള്ള മധുരക്കിഴങ്ങ് ചീകിയത് നമുക്ക് ചേർക്കാം. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തിയിടാം. അപ്പം പിന്നെ ഒന്നും തൊടാണ്ട് കിട്ടിയോളൂ. അതിന് ശേഷം നാളികേരം ചെരുവേതും ചേർക്കാം. അങ്ങനെ ലെയറായിട്ട് പുട്ടുകുറ്റി നിറയ്ക്കാം. പിന്നെ അടുത്ത സെക്കൻഡ് ലെയർ ഇതുപോലെ ചേർക്കാം. അതുപോലെ നാളികേരം ചേർക്കാം. അതുപോലെ തേർഡ് ലെയർ. ഇതിപ്പം അവസാനത്തെ ലെയറാണ്. അപ്പം നമുക്ക് പുട്ടുകുറ്റി നിറയ്ക്കാം. ഇതുപോലെ പുട്ടുകുറ്റി നിറഞ്ഞതിന് ശേഷം ഇത് അവസാനം നമ്മളിതുപോലെ നാളികേരം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ ആദ്യം നമ്മൾ നാളികേരം വെച്ചുള്ളത്, അതുപോലെ തന്നെ അവസാനം നാളികേരമാണ് വെച്ചുള്ളത്. അങ്ങനെയാണ് നമ്മുടെ പുട്ടുകുറ്റി നിറയ്ക്കേണ്ടത്. അപ്പോൾ കുമ്പത്തിലെ വെള്ളമൊക്കെ തിളച്ചു ആവി വരുന്നുണ്ട്. അപ്പം നമുക്കിത് വെക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ളത് പുട്ട്. അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് പുട്ട് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്ലാസ് ചായ കൂടി തയ്യാറാക്കാം. ചായ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇലയാണ്. അപ്പം നമ്മൾ വെള്ളം വെക്കുന്നതോട് കൂടിയിട്ട് തന്നെ ചായയുടെ ഇലയാണത്. അപ്പോൾ ഒരു നുള്ളു ചേർത്തിട്ടുണ്ട്. നല്ല കട്ടൻ ചായയും മധുരക്കിഴങ്ങ് പുട്ടും വളരെ നല്ലൊരു കോംബോ ആണ്. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് പുതിനേര ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം നമുക്ക് ചേർക്കാം. ഒരു സ്പൂൺ മതിയാവും. ഒരു നുള്ളും കൂടി ചേർത്ത് പുട്ടുകുറ്റിയിൽ നിന്ന് ആവി നല്ലോണം വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആവി ഒന്ന് സെറ്റ് ആവണം. അതിൽ വേണം നമ്മുടെ മധുരക്കിഴങ്ങ് വെന്ത് വരാനായിട്ട്. അപ്പം ഒന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പം ഒന്ന് തീ ഒന്ന് സിമ്മിലിടാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചായ കണ്ട നല്ല സെറ്റായി തിളച്ചിട്ടുണ്ട്. കണ്ട, പുതിന ചായനത് പുതിനയും പിന്നെ ഏലക്കായ 2 തരി ഇട്ടിട്ടുണ്ട്. ചായ ഇലയിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പം പിന്നെ സെപ്പറേറ്റ് ഇടണ്ട, അതിൽ തന്നെ ടേസ്റ്റ് കിട്ടിയോളും. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ട് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കട്ടൻ ചായയാണ് ഇതിന് നല്ലൊരു കോമ്പിനേഷൻ. അപ്പം നമ്മുടെ പുട്ട് ഓക്കെ ആയിട്ട് ഇനി നമുക്ക് ഇതിങ്ങ് മാറ്റി
നമുക്ക് പുട്ടുകുത്താം. നമ്മുടെ വളരെ ഹെൽത്തിയും സ്വാദിഷ്ടമായുള്ള മധുരക്കിഴങ്ങിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. മധുരക്കിഴങ്ങിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ നമുക്ക് കിട്ടും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.